നമ്മുടെ നല്ലത് മാത്രം ചിന്തിക്കുക. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. ഇവനല്ലെങ്കിൽ ഒരു കിളിപോയ കേസ് വന്നിട്ടും കൊളക്കേശു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ തന്നെ മതി. അല്ല, ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്ത വർഷം നീ അറിഞ്ഞ ഞാൻ പെട്ടു. കളാ ഇനി ഇവർ എനിക്കെതിരെ കേസൊക്കെ കൊടുക്കും. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ വൈറലായിട്ടുള്ള 2 താരങ്ങളാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം റീൽസ് ഡ്രസ്സിംഗ് റൂം ആക്കി മാറ്റിയ 2 പേരെന്ന് വേണമെങ്കിൽ പറയാം. സോ ലെറ്റ്സ് വെൽക്കം തുപ്പൽ പൊട്ടാസ് ആൻഡ് ഗോപിക. വെൽക്കം. തുപ്പൽ പൊട്ടാസ് പേര് ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ചത് അതൊരു ചെടിയുടെ പേരാണ്. പക്ഷേ വിത്ത്. ഓക്കെ, അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് തുപ്പൽ പൊട്ടാസിന്റെ പേരറിയണം. എനിക്കറിയാം, പക്ഷെ നമ്മുടെ ഓഡിയൻസിന് അത് ജസ്റ്റ് പറ. ഞാൻ ഇപ്പം നമ്മള് ഒരു കല്ലെറിഞ്ഞ് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേരുള്ള ഒരാളുടെ തലത്തിൽ ചെന്ന് എന്തായാലും അത്രയും കോമൺ ആണ്. അപ്പൊ മിക്കവാറും ഒരു ഏല് തുടങ്ങുന്ന പേരായിരിക്കും. നമ്മുടെ അങ്ങനെയല്ല, അഖില്, അരുണ്, അമര, പേരുണ്ടല്ലോ. നല്ലത് മാത്രം ചിന്തിക്കുക. നല്ലത് മാത്രം ചിന്തിക്കും. പക്ഷെ തുപ്പൽ പൊട്ടാസ് അവർക്ക് വിത്ത്, അതിനപ്പുറം നിങ്ങളുടെ ഈ ഒരു ഇതിന് ഈ പേര് വേണം എന്ന് ചിന്തിക്കാനുള്ള റീസൺ എന്തായിരുന്നു? എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ കുറച്ചും കൂടെ ക്രേസി ആണ്, കുറച്ച് വിയേർഡ് ആണ്. സോ ആൻഡ് ഞാൻ സ്വയം ഒരു യൂണിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനത്തെ ഒരു പേരുണ്ടെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടാൻ എളുപ്പമുണ്ടാവും. ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടാവില്ല ഈ പേരിന്റെ ഇതിൽ ഇപ്പൊ വരാറില്ല. സ്റ്റാർട്ടിങ്ങില് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യുന്ന മൊത്തം വേറെ ചിന്തയിലേക്ക് ഇരിക്കില്ല പോവാ. ഓക്കെ, തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പം ആൾക്കാർ മൈൻഡ് ആക്കാറില്ല പേരൊന്നും, ബിക്കോസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആയി. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഈ പേര് കേട്ടപ്പോ ചേച്ചിക്ക് എന്താ തോന്നിയത്? ഇവനല്ലെങ്കിൽ ഒരു കിളിപോയ കേസ് വന്നിട്ടും പ്രത്യേകിച്ച് ഇവൻ ഇങ്ങനെ തന്നെ ഇടും ഉറപ്പുള്ളതായിട്ടും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല, മാറ്റാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. അല്ല, ആ പേര് ഭയങ്കര യുണീക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അങ്ങനെയാണ് ചിന്തിക്കാറ്. കുറച്ച് സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ എപ്പോഴും നോക്കും. അതായത് ഇപ്പൊ നമുക്ക് ഒരു വലിയ ഫ്ലോർ ഇല്ല ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലോറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവ അവിടെ ചെയ്തിരിക്കും. അപ്പൊ പേരാണെങ്കിലും ഡ്രസ്സിന്റെ ആണെങ്കിലും ഈവൻ എന്റെ മുടി കിടക്കുന്ന പോലും അവൻ അത്രയും പെയർ ചെയ്തിട്ട് മാക്സിമം അത് എങ്ങനെ യുണീക്ക് ആക്കാൻ നോക്കും അത് ചെയ്യാറുണ്ട്. ഓക്കെ, ചെറിയ സാഹചര്യത്തിലും മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന. ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ട്, മറ്റേ എനിക്ക് തോന്നുന്നു ആ സിൽവർ പ്ലേ ബട്ടന്റെ ആണെന്ന് തോന്നുന്നു, തിരിച്ച് കാണിച്ചപ്പോ അവിടെ ഫുള്ള് കച്ചറയാണ്, വാരി വലിച്ചിട്ടിരിക്കുന്നു. പക്ഷെ അത് പെട്ടെന്ന് അത് ചേച്ചിയുടെ സ്പേസ് ആയിരുന്നോ? ഓക്കെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരുമിച്ചാണ് വർക്ക്. ഓക്കെ, ഞാൻ ഡിസൈനിങ് ചെയ്യുന്ന സ്ഥലം ടേബിൾ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ആ ടേബിളിന്റെ അകത്ത് തുണിയുണ്ട്, കത്രികയുണ്ട്, നൂലുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതെടുത്ത് പുറത്തിടല്ലേടാ, എനിക്ക് നാണക്കേടാണ്. ഷാമ്പു ഏതെങ്കിലും ഇതിന്റെ വീഡിയോയുടെ പുറകെ നോക്കില്ലേ, ഷാമ്പുവിന്റെ ബോട്ടിൽ കാണാം, ബാക്കിൽ ഹാൻഡ് കാണാം, ക്ലിപ്പ് കാണാം. ഒക്കെ ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഇതുമായിട്ട് ഡിസൈനിങ് സെക്ഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനമായിരിക്കും. അപ്പൊ നമ്മള് എനിക്കത് കോൺഷ്യസ് അല്ലല്ലോ, അത് സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം അത് അവിടെ തന്നെ കാണും. ഇവൻ എടുത്തു കഴിയുമ്പോഴായിരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത്, അത് അവിടെ ഇരിക്കണം, ഇവൻ സമ്മതിക്കണം അത് അവിടെ ഇരിക്കും. പക്ഷെ അതൊരു ഹോംലി ഫീൽ ആണ്. എനിക്കത് വലിയ ബോധമായിട്ട് തോന്നിയിട്ടില്ല. ടൊവിനോ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അലങ്കോലത്തിനും ഒരു അലങ്കാരമുണ്ട്, അതൊന്ന് സാരാംശം എടുത്താണ് എന്നൊക്കെ. അപ്പൊ ചേച്ചി ഫാഷൻ ഡിസൈനർ ആണ്. ഓക്കെ, അത് കരിയറൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഡിസൈനിങ് ഒക്കെ വീട്ടിൽ തന്നെയാണോ അതോ? ആക്ച്വലി ഇത് തുടങ്ങിയത് തന്നെ വീട്ടിൽ തന്നെയാണ് ഞാൻ.
വീട്ടിൽ തുടങ്ങി. വളരെ ചെറിയൊരു രീതിയിലാണ് തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് സ്റ്റോറൊന്നുമില്ല, ഹോം ഗ്രോൺ തന്നെയാണ്. ബ്രൈഡ്സ് ഒക്കെ വീട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ കൂടുതലും പുറത്തുനിന്നുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവര് ആകെ ട്രയലിന് വേണ്ടി മാത്രമേ വരുള്ളൂ. എനിക്ക് വിൻഡോ ഷോപ്പിങ്ങിനായിട്ട് ഒന്നുമില്ല. മേ ബി കുറച്ചു കാലം കഴിയുമ്പോൾ ചെയ്യുമായിരിക്കും. ബട്ട് ഐ എം ഹാപ്പി ബിക്കോസ് ആൾക്കാർ വരുന്നുണ്ട്. എന്താ പേജിന്റെ പേരെന്താ? നാഗി ഡിസൈൻസ് എന്നാണ് പേര്. NAGI നാഗി ഡിസൈൻസ് എന്നാണ് പേര്. ഓക്കെ. അതിന് വല്ല ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? കൊളാബറേഷൻ മൊത്തം ആൾക്കാർ ഓക്കെ. സോഷ്യൽ മീഡിയ അതിൽ സെറ്റാണ്. ശരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നില്ലേ ഇത് കുറെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്? അവൻ തന്നെയാണ് എന്നെ ഇങ്ങനെ ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവന്നത്. ചേച്ചി വാ എന്തെങ്കിലും ചെയ്യാൻ എടാ നിന്റെ ചാച്ചാളി വീട്ടിലൊന്നും എനിക്ക് വരാൻ പറ്റില്ല, എന്റെ ഡിസൈൻ എനിക്ക് നാണക്കേടാണ് എന്റെ ബ്രൈഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇവ എന്താ പറഞ്ഞു എന്താ പറയുക നീ ഇങ്ങനെ എന്നോട് ഇരുന്നു. പക്ഷെ അതിനുശേഷം ബിസിനസ്സിൽ ചേഞ്ച് ഉണ്ട്. ഇവൻ തന്നെയാണ് എന്നെ പ്രഷർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. എനിക്ക് എന്റേതായിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മാത്രം ഞാൻ ചെയ്യുള്ളായിരുന്നു. ചേച്ചി ഡിസൈൻ ചെയ്യും, നമുക്ക് ഒരു കാര്യം ചെയ്യും, ഒരു ട്രാൻസിഷൻ എടുത്ത് നോക്കാം. അപ്പം ഒരു ട്രാൻസിഷൻ എടുത്തപ്പോഴാണ് ഓക്കെ വർക്ക് ആവും എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ അതിന്റെ അകത്ത് നെഗറ്റീവ് കമന്റ്സ് എല്ലാം കൂടെ കണ്ടപ്പോ എന്നാ പിന്നെ ഇനിയിപ്പം ഇട്ട് കൊടുക്കണ്ട, കുറച്ചുകൂടെ ചെയ്ത് കളയാം. ഓക്കെ. ഫസ്റ്റ് ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചേച്ചിനെ ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നോ? അവരെനിക്കൊന്നും ഇല്ല പെട്ടെന്ന് ചേച്ചി അങ്ങനെയൊക്കെ എന്നിട്ട് ആക്കുമെങ്കിലും ചേച്ചിക്ക് എന്തോ ചെയ്യണം വേഗം തന്നെ പോയി അതും ഇതൊക്കെ ലക്ഷോളും അതും ഇതൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി. ആദ്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താവുന്നറിയില്ല. കാരണം ഞാൻ തുടങ്ങിയ കാലം മുതലേ എയറിലുള്ള ഒരു മനുഷ്യനാണ്. കൈപിടിച്ച് ചേച്ചിയും കൂടി എനിക്കൊരു കമ്പനി വേണം. ഞാൻ എന്റെ ചാനലിലേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പുതിയതായിട്ട് ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോഴോ ഞാൻ പറയും എയറിൽ കയറാനും അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനും മാത്രം ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം വന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ അവസാനം ബ്ലെയിം ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയും. ഞാൻ വീഡിയോ ഡൗൺലോഡ് അങ്ങനെ ഏതെങ്കിലും വീഡിയോ ബ്ലോഗ് മീൻസ് പറഞ്ഞിട്ടില്ല. ഇല്ല. ഈ കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തരം കമന്റ് ഇട്ടാലും നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. അത് മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ളൊരു കുശുമ്പും അതും ഉണ്ടാവും. പിന്നെ ചിലർക്ക് ചുമ്മാ അവരെ അങ്ങ് തളർത്തുന്നില്ല. അപ്പൊ അത്തരം കമന്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് അത് എടുക്കാറുള്ളത്? ഭയങ്കര സെൻസിറ്റീവ് ആണോ? എങ്ങനെയാണ്? ഇവൻ കമന്റ് ഒന്നും നോക്കാറില്ല. ഇവൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവന്റെ കംപ്ലീറ്റ്ലി ഇവന്റെ ജോബ് പോലെയാണ്. അപ്പൊ എന്തെങ്കിലും ഇവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതിടുക, ഫോൺ മാറ്റി വെക്കുക, അവൻ നെക്സ്റ്റ് കോണ്ടന്റ് ഉണ്ടാക്കുക. അവനൊരു ഡയറി ഉണ്ട്, അവൻ അതിന്റെ പുറകെ പോകും, ഫുഡ് കഴിക്കുക, പിന്നെ റൂമിൽ പോയിട്ടിരിക്കുക. ഞാൻ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഇടയിൽ കമന്റ് നോക്കും. ചേച്ചി എന്നാലും ഇവിടെ അവരെങ്ങനെ പറഞ്ഞു സങ്കടമാണ് എന്നൊക്കെ. ഇതെല്ലാം വായിക്കും. കുറച്ചൊക്കെ ആദ്യമൊക്കെ കുറച്ചൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ ശീലമായി. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആരാണെങ്കിലും നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ ആൾക്കാര് പറയുമ്പോ എനിക്കതൊരു പ്രശ്നമായിട്ട് മാറില്ല മായ. ബിക്കോസ് അത് എന്താണ് നമ്മളെ ശരിക്കും അറിയാത്ത, നമ്മുടെ ഹാർഡ് വർക്ക് അറിയാത്ത, നമ്മളെ പറ്റി അറിയാത്ത ഒരാൾ പറയുന്നത് അതും ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. സോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ അറിയുന്ന ആൾക്കാരെ ചിലവർ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴാണ് ചേച്ചിനെ പിന്നെ ഒരു ദിവസത്തേക്ക് നോക്കണ്ട, എവിടെയെങ്കിലും ഒക്കെ സോഫയുടെ മൂലൊക്കെ അലച്ചുകളൊക്കെ. ഈശ്വര, അത്രയ്ക്ക് കേഫില്ല. പക്ഷെ അപ്പം നിങ്ങൾ തന്നെയാണ് പോയിട്ട് മോട്ടിവേഷൻ കൊടുത്ത് റെഡി ആക്കാറുള്ളത്? പണിയെടുക്കണമെങ്കിൽ പണിയെടുത്തോ, ജീവിക്കാം, അല്ലെങ്കിൽ അവിടെ കിടന്നു. ഇല്ലേ, ശരിയാണ്. അപ്പം ഇയാള് ഇതന്നെയാണോ ഇപ്പൊ പണി, അതോ മുന്നുണ്ടായിരുന്ന വർക്ക്? ഇതാണ് ഇപ്പത്തെ പണി. ഓക്കെ. അപ്പൊ മുന്നേ വർക്ക് ചെയ്തിരുന്നു? മുന്നേ ഞാൻ പഞ്ചാബിലായിരുന്നു, IELTS ട്രെയിനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഓ ആണല്ലേ. പ്രൊനൗൺസിയേഷൻ ഒക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയില്ല. നമ്മളുടെ IELTS ട്രെയിനർ IELTS ആവുമ്പോഴേക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഞാൻ എല്ലായിടത്തും ട്രെയിനറായിട്ടല്ലോ നടക്കുന്നത്. ബേസിക്കലി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. നമ്മുടെ മലയാളികൾ എന്താ ചെയ്യുക, ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അയാൾ എങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കണ്ടുപിടിക്കാം, ഫ്രേസസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാം. ഇതിനെ മലയാളികളും നമ്മളുടെ പൊതുവെ ഇന്ത്യയിലുള്ള ഒരു സംഭവം അങ്ങനെയാണ്, നമ്മൾ ഗ്രാമറിലൊക്കെ എറേഴ്സ് എന്ന് പറയും. പക്ഷെ പുറത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആയാൽ മതി, അവർക്ക് കാര്യം കൺവിൻസ്ഡ് ആയാൽ മതി. സോ അതാണ് ബേസിക്കലി ഇംഗ്ലീഷിന്റെ ഒരു സംഭവം. അപ്പം
പ്രൊനൗൺസിയേഷനിലൊന്നും അതുപോലെ ജസ്റ്റ് ഫീൽ എന്ത് കോൺഫിഡൻറ്റ്. പറഞ്ഞാലും നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമാണല്ലോ. അപ്പം സെക്കൻഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ഒരിക്കലും നമ്മുടെ മദർ ടങ് പോലെ തന്നെ പെർഫെക്റ്റ് ആവണമെന്ന് ഇല്ല. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ കറക്റ്റ് ഗ്രാമർ ഒന്നും ഉപയോഗിച്ചിട്ടല്ല പറയുന്നത്. തെറ്റാണ് ശരിക്കും. നമ്മുടെ മലയാളം പഠിപ്പിക്കുന്ന സാറുമാരോ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ അവർ പറയും ഇപ്പൊ പറയുന്നതിൽ ആയിരുന്നു, ആകുന്നു, ആണ് എന്നൊക്കെ പറയുമ്പോഴേ അവര് പറയാൻ തുടങ്ങും ഇതൊക്കെ തെറ്റാണ്. നമ്മളിപ്പോ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ തെറ്റാണ്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ തെറ്റിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പം കണ്ടന്റിലേക്ക് വരുന്ന സമയത്ത് സൊസൈറ്റിയിൽ ചില ചിന്താഗതികളുണ്ട്. ചിലർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് പുറത്തോട്ട് വിടാൻ പാടുള്ളൂ. അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് ഒരു പകുതിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള. അതിന് മുന്നേ കുറെ കോമൺ, അതായത് ഒരു നാട്ടിലെ ഭാഷകള്, കപ്പിൾസിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, ആൽബി സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്തരം കണ്ടന്റ്സ് ആയിരുന്നു കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് വരുന്ന കണ്ടന്റ്സ് മൊത്തം ഒരു റിബൽ ടൈപ്പാണ്. അതൊരു ടൈമിൽ ചിന്തിച്ച് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സൊസൈറ്റിനോട് പറയണം, അങ്ങനെയുള്ള ഒരു ഇതിൽ വന്നതാണോ? റിബൽ ടൈപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, റിബൽ ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഒരു എക്സാമ്പിൾ പറയാം എന്റെ കോണ്ടന്റിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പൊതുവെ നമ്മൾ എല്ലാവരും ഗേൾസ് നെയിൽ പോളിഷ് ഇടുന്നതാണ്. അപ്പം ഒരുപാട് കമന്റ്സ് വന്നാലും ഇയാള് ഒരു ബ്ലാക്ക് നെയിൽ പോളിഷ് ഇട്ട സമയത്ത് ഇത് എന്താ പെണ്ണാണോ, എന്തിനാ നെയിൽ പോളിഷ് ഇട്ട് നടക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് കമന്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അത്തരം കണ്ടന്റ്സ് ഒരുപാട് എനിക്ക് തോന്നുന്നു. അതുപോലെ ഹീൽസ് ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്നൊരു വീഡിയോ, അപ്പൊ അതിനൊക്കെ ചിലര് പുതിയത് പരീക്ഷിക്കുക എന്നതിനപ്പുറം ആളുകൾ നെഗറ്റീവ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ അതാണ് റിബൽ എന്ന് ഉദ്ദേശിച്ചത്. അത് ബേസിക്കലി ഒരു സ്പേസ് കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്നുള്ളൂ. ആ സ്പേസിന് വേണ്ടിയാണ് ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അത് കിട്ടി, ഞാൻ ചെയ്തു. റിബൽ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഹീൽസ് ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ സോഫയിൽ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ എന്റെ ഹീൽസ് ഇവൻ കണ്ടു. ശരിക്കും പറഞ്ഞു അവിടെ വെറുതെ കിടക്കുന്ന ഹീൽസ് അത് കുറച്ച് ഭയങ്കര ഹീലായിട്ടുള്ളതാണ്. അപ്പം ഞാനതങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറ്. പണ്ട് ഞാൻ മോഡലിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഹീൽസ് ആണ്. അപ്പം ചേച്ചി ഞാനത് ഇട്ട് നോക്കട്ടെ, ഞാൻ ഇട്ട് നോക്കിക്കോ, കാതിന് കഴിയുന്നൊന്നും പറയാം. അങ്ങനെ അത് ഇട്ട് നോക്കിയപ്പോ പറഞ്ഞു ഇത് ശരിയാവും എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഇതൊന്നും സെറ്റ് ചെയ്യാൻ ക്രിയേറ്റീവ് ആയിട്ട് അപ്പൊ ഇരുന്ന് ചിന്തിക്കുന്നതാണ്. റിബൽ ആക്കണം അല്ലെങ്കിൽ എന്റെ പേജ് ഇങ്ങനെ പോണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല. ആ സമയത്ത് ഒരു ഓളത്തിന് വരുന്നതാണ്. ആ നെയിൽ പോളിഷിന് എന്തായിരുന്നു സംഭവം? നെയിൽ പോളിഷിന്റെ സംഭവം അതൊരു വെള്ള ക്യൂടെക്സും കറുത്ത ക്യൂടെക്സും വെച്ചു. ചേച്ചി ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാ ഏറിപ്പോ ഞാൻ ഒരു മേ ബി കോളേജിൽ പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേനും പുറത്തെ വെസ്റ്റേൺ കൺട്രീസിലെ ആമ്പിളേരൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും വലിയ മോശമില്ല. ഇവിടെ ഡാർക്ക് ആയതുകൊണ്ട് അത് കുറച്ച് ചേർന്ന് പോലെ തോന്നി. അപ്പൊ ഞാൻ ഇവിടെ ആക്ടർ സൗബിനും മറ്റേ നടികർ സിനിമയുടെ സമയത്ത് അവര് ഇട്ടിരുന്നു. മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആക്ച്വലി സൗബിനെയും അല്ലു അർജുനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേമു ആകുമോ എന്നൊരു പാട്ടിൽ അല്ലു അർജുന്റെ കയ്യിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ വരുന്ന പുഷ്പയിലും ഉണ്ടായ പോസ്റ്ററിലല്ലേ നെയിൽ പോളിഷ്. ഉണ്ട്. പക്ഷെ അത് ആളുകൾ ചിന്തിക്കുന്നതൊക്കെ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്ന. നമ്മള് ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും ആണായിട്ട് നടക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരില്ലായിരുന്നു. പെണ്ണെല്ലാം മരം കയറിയാണ് എന്നൊക്കെയുള്ള സെയിം. ഇപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ജെൻഡർ അതായത് പണ്ട് നമുക്ക് സൊസൈറ്റിന്റെ ഒരു ചിന്താഗതിയാണല്ലോ, പെൺകുട്ടികൾ ചുരിദാർ, സാരി, അതന്നെ ബോയ്സ് ജീൻസ് അല്ലെങ്കിൽ മുണ്ട് ഷർട്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ അത് മാറി. എന്നാലും കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗേൾസ് ജീൻസും ടോപ്പ് ഇടുന്നത് ഇപ്പൊ കുറെയൊക്കെ കോമൺ ആണ്. ഇനി ഓണത്തിന് മുണ്ടെടുത്ത് വന്നാലും കുറെയൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ബോയ്സ് ഗേൾസിനെ പോലെ നടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. തോന്നിയിട്ടില്ലേ? പിന്നില്ലേ, അത് കമന്റ് ബോക്സിൽ നിന്നും കിട്ടും, സോഷ്യൽസിൽ നിന്നും കിട്ടും, DMC നിന്നും കിട്ടും, വീട്ടിൽ നിന്നും കിട്ടും, നാട്ടിൽ നിന്നും കിട്ടും, എല്ലായിടത്തും നിന്നും കിട്ടുന്നുണ്ട്. പൊതുവെ ഞാൻ മേടിച്ചു കിട്ടുന്നുണ്ട്. ഇവനിടുന്നൊരു മുത്തുമാലുണ്ട്, അതിന് ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുക. അതിട്ട് കഴിഞ്ഞാൽ എന്റെ വീഡിയോക്ക് ഒരു 1 മില്യൺ എന്തായാലും കേറും. ഇൻസ്റ്റയിലായാലും ശരി യൂട്യൂബിലായാലും ശരി 1 മില്യൺ ഉറപ്പാണ്. പക്ഷെ ചേച്ചി തരുന്നില്ല, ഒളിപ്പിച്ച് വെച്ചിരിക്കും. എനിക്ക് വയ്യ ഏറി കയറാൻ. ഒരുമാതിരി എന്താ പറയാ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് എന്നിട്ട് അവരുടെ അടുത്ത് ഇത് ഇൻജെക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ ചിന്തിക്കണമെങ്കിൽ അവർ ചിന്തിക്കട്ടെ. ഐ ഡോണ്ട് കെയർ, ഇഗ്നോർ ഇറ്റ്.
ഈ സോഷ്യൽ മീഡിയ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു പല ക്യാരക്ടേഴ്സ് ആയിട്ടും നിൽക്കുന്ന ആളുകളുണ്ട്, അവരുടെ സ്വന്തം പേഴ്സണൽ ലൈഫും കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്തും ക്രിറ്റിസിസം ഉണ്ടാവും. ഇപ്പം ലൈക്ക് തുപ്പൽ ക്രിയേറ്റ് ചെയ്ത ഒരു മാമി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഭയങ്കര വൈറലായിരുന്നു. അതിന് ഒരുപാട് പ്രശ്നങ്ങളും ഒരു ആൾക്കാർ അതിനെ ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടീവ്? എന്തായിരുന്നു? ജസ്റ്റ് കുറച്ച് വൈറലാവുക എന്നുള്ളത് മാത്രമായിരുന്നോ? അതിന്റെ ഒരു മോട്ടീവ് അതൊരു മോട്ടീവിൽ ഒതുങ്ങില്ല. അതൊരു 3-4 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ റെക്കഗ്നിഷന് വേണ്ടിയിട്ട്. കാരണം നമ്മളുടെ ഇപ്പം പണ്ട് കുറച്ചങ്ങോട്ടുള്ള ഇപ്പം നടീനടന്മാരായാലും ശരി, അവര് ആ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവര് കുറെ ക്യാരക്ടേഴ്സ് ചെയ്യും, എന്തെന്നില്ലാതെ ക്യാരക്ടേഴ്സ് ചെയ്യും. പിന്നെയാണ് ഇവരൊക്കെ ചൂസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങുന്നത്. അവർക്ക് സ്ക്രിപ്റ്റ് വന്ന് അതൊക്കെ ചൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചു ഓക്കെ എനിക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഓൾറെഡി കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് ആക്ച്വലി കോണ്ടന്റ് ആണ്, അല്ല. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബട്ട് ഇതെനിക്കിപ്പം 3-4 പേരെങ്കിലും കാണുന്നെങ്കിൽ കോണ്ടന്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഡാറ്റ സംഭവം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിന് സന്തോഷം വരും. ആ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിന് സംതൃപ്തി, അതാണ്. അപ്പം കണ്ടന്റ് ക്രിയേറ്റർ അല്ല, കോണ്ടന്റ് ക്രിയേറ്റർ. ഞാനിത് പറയുമ്പോൾ ആൾക്കാർ എടുക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റർ എന്നാണ്. എന്റെ ഞാൻ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ, നീ കോണ്ടൊക്കെ ഉണ്ടാക്കുന്നു. അവർക്കൊട്ട് വികസനം വേണ്ടെന്നാണ് വികസിക്കണവരെ ഇവര് സമ്മതിക്കുകയില്ല. കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ഞാൻ സ്പീഡി പറയുമ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു. സോ അതാണ്. അപ്പം കോണ്ടന്റ് ആണ്. അപ്പൊ ഈ ചോദിച്ചത് മാമിയുടെ സംഭവം. അപ്പൊ റെക്കഗ്നിഷന് വേണ്ടിയാണ്. റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സ്പേസ് ഉണ്ടാവും അറിയാം. സോ എന്റെ ഐഡിയോളജീസും എന്റെ എത്തിക്സും എന്റെ പൊളിറ്റിക്സും ഒക്കെ എനിക്ക് അറിയാൻ വേണ്ടിട്ട് എനിക്കൊരു സ്പേസ് വേണമായിരുന്നു. ആൻഡ് ഞാനതിപ്പം ഏകദേശം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കുറെ കൂടി പോകാനുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മളുടെ ഇന്നത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് ഞാൻ എതിരൊന്നുമല്ല. ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തല്. കാരണം നമ്മളുടെ പണ്ട് തലമുറയിൽ ഉണ്ടായിരുന്ന സ്ത്രീകള് അവരുടെ റൈറ്റ് ടു വോട്ട് ആണെങ്കിലും, റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, റൈറ്റ് ഫോർ സ്പീച്ച്, പിന്നെ എക്സ്പ്രഷൻ, വസ്ത്രധാരണത്തിനാണെങ്കിൽ പോലും അവര് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവര് കുറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്നെ എന്തൊക്കെയോ ഒരു തോട്ട് എന്നെ അവിടെ കൊണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ബാക്കിയുള്ള ക്രിയേറ്റേഴ്സ് എല്ലാം ചെയ്യുന്നത് അമ്മാവൻ, സോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. പ്രോബ്ലമാറ്റിക് ആണ്, വൾഗാരിറ്റി ഉണ്ട്, ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് കണ്ട് അവർക്കാണ് ട്രിഗർ ആവുന്നത്. ഇത് ചെയ്യുന്ന എനിക്ക് വലിയ കുഴപ്പമില്ല. കമന്റ്സ് വായിച്ചിട്ട് എനിക്ക് വലിയ ഞാൻ വായിച്ച് ചിരിക്കും. ഞാൻ അപ്പൊ തന്നെ വിടും. അതൊരു ഭയങ്കര ഇങ്ങനെയൊക്കെയുള്ള വിഗൊക്കെ അത് എവിടെ നിന്ന് ഒപ്പിച്ചു? അത് പോയി തപ്പി കണ്ടുപിടിച്ചു. അത് അങ്ങനെ എന്തോ എനിക്ക് ആ വിഗ് കണ്ടപ്പോഴത്തേനും ഓക്കെ അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഓക്കെ വരും തോട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞെടുത്തു. അങ്ങനെ കൊണ്ടുവന്ന ഫസ്റ്റ് ആ കണ്ടന്റ് കണ്ട സമയത്ത് ആ ഇത് ചിന്തിക്കുന്ന ചേച്ചി കാണാറില്ല ബൈ ചേച്ചി കാണാറില്ല എന്നല്ല ചേച്ചി. ഓക്കെ അതിനുശേഷമാണ് ചേച്ചി വീഡിയോയില് ചേച്ചി ഒരു ഓഡിയോ ചെയ്യും. എന്തോന്നാണ് ഇത്, എന്താണ് ഇതൊന്നും ചേച്ചി ചേച്ചിയുടെ ഓഡിയോ ചെയ്തിട്ടുണ്ടാവും. ചേച്ചി കുറെ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ചിരിക്കാനുള്ള കണ്ടന്റ് ആണ്. ഡബിൾ മീനിങ് ജോക്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ചിരിക്കാനുള്ളതാണ്. പക്ഷെ അല്ലാതെ ഉള്ളവർക്ക് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. 2-3 ആൾക്കാര് അത് കോൾ ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഇത് ക്യാരക്ടറാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അടയാളം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്ന പോലെ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അപ്പം അതുപോലെ അത് സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ് എന്ന് പറയാൻ, അതായത് മെസ്സേജിൻ്റെ ഇപ്പം പറഞ്ഞു ഒരു ശ്രദ്ധ കിട്ടുക എന്നുള്ളതാണ് പ്രൈമർ ആയിട്ടുള്ളൊരിത്. പക്ഷെ അതിലപ്പുറം എന്തെങ്കിലും ഒരു മെസ്സേജ് ഇപ്പം നെഗറ്റീവായിട്ടും പലരും ചിന്തിക്കാം, എഫക്റ്റ് ചെയ്യാം ആൾക്കാരെ. ഇപ്പം നമ്മൾ പറയില്ലേ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ കോമൺലി പറയാം. അപ്പൊ അങ്ങനെയുള്ള ഇത് ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഞാനത് ബേസിക്കലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് വിമൻ എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതില് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാ സ്ത്രീകൾക്കും അത് കൊണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോൾ ഔട്ട് വന്നത്. അവർ അത്രയും പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ഞാനെന്നുള്ള വ്യക്തിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ കൂടെ അവരത്രയും ചിലപ്പോ എന്നെ അറിയായിരുന്നെങ്കിൽ അവരതങ്ങനെ കോൾ ഔട്ട് ചെയ്യില്ലായിരുന്നു. പിന്നെ നമുക്ക് അറിയാന്നുള്ളൊരു സ്കീമിൽ അങ്ങ് വിട്ടേനെ. പക്ഷെ എന്താ അവര് കോൾ ഔട്ട് ചെയ്തു ചോദിച്ചെന്തായിരുന്നു? അല്ല നെഗറ്റീവ് ആയിട്ടത് സൊസൈറ്റിയിലേക്ക് പോവില്ലേ? ഇപ്പം ചിലർ ഒരു ആവശ്യമില്ലാണ്ടൊക്കെ വികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതിലപ്പുറം
ചിലർക്കത് ഇപ്പൊ ചെറിയ കുട്ടികൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ച് ആൾക്കാരിലേക്ക് എത്തുന്നതാണ് അല്ലേ? അപ്പൊ ഒരുപാട് പേര് കാണുമ്പോൾ എല്ലാവർക്കും അതെങ്ങനെ എഫക്ട് ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് പോകാനാണോ അതോ മതി? അത് മതി. ഉത്തരവും ഞാൻ പറഞ്ഞു. ഞാനൊരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കാണണമെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇഷ്ടം താല്പര്യമുള്ളവർ കണ്ടോട്ടെ, അല്ലാത്തവർക്ക് പോവാം. ഓക്കെ, അതിൽ പറയുന്ന വേറൊരു കാര്യം, ബാക്കിയുള്ള ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. പലരും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മാമി ക്യാരക്ടർ പോലെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം അവരെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി അത് അവരുടെ ഫ്രീഡം അല്ലേ? അവരെന്തിടണം? ഒരു ക്രിയേറ്റർ വീഡിയോസ് അവർ കുറെ കൂടെ ഡബിൾ മീനിങ്ങിൽ കാര്യങ്ങൾ, അതായത് അവർ പേഴ്സണൽ ലൈഫാണ് കാണിക്കുന്നത്. ഈ മാമി എന്നുള്ള ക്യാരക്ടർ കുറെ കൂടെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് കാണിക്കുന്ന സാധനമാണ്. പക്ഷെ അവര് കാണിക്കുന്നത് കുറെ കൂടെ അവരുടെ പേഴ്സണൽ ലൈഫ്. അപ്പൊ അത് അവരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്രിയേറ്ററുടെ. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരാളെ കോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കും ആ സമയത്ത് ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവര് പറയുന്നുണ്ടായിരുന്നു ഇവര് ചിലപ്പോ ഹൈപ്പിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, അവർക്ക് ആ ഉത്തരം ഉണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു ഇഷ്യൂ ഉണ്ടാക്കണം എന്നായിരുന്നെങ്കിൽ ഓക്കെ, അതും അവരങ്ങനെ ചെയ്തോട്ടെ. എനിക്കിതില് യാതൊരു പ്രശ്നമില്ല, എന്നൊന്നും അഫക്ട് ചെയ്യുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ ചോദിച്ച മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നിവേദ ആന്റണിയുടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടന്റ്സ് ഒക്കെ കുറച്ചുകൂടെ ഒരു വൾഗർ ആണോന്നോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് ആക്ച്വലി സൊസൈറ്റിയിലേക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്നുള്ളത് ആക്ച്വലി അവരുടെ ഫ്രീഡം ആണ്. നമ്മൾ പോയി ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അവര് നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് ഒരു ആയുധം വെക്കില്ലേ? അതായത് നിങ്ങളും ഇതുപോലെ ഡബിൾ മീനിങ് സാധനങ്ങൾ ഇടുന്നുണ്ടല്ലോ. ഒരു പ്രത്യേക കൂട്ടം സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് വന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ബിക്കോസ് ഞാൻ ചെയ്യുന്ന അവരെ തന്നെയാണ്. പക്ഷെ അതൊരു കോമൺ ആയിട്ട് പറയുമ്പോൾ അത് എല്ലാരെയും എഫക്ട് ചെയ്യില്ലേ? ഒരു 2-3 ആൾക്കാർ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്നുള്ളത് ജനറലൈസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഒരു നെഗറ്റീവ് അല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഗ്ലാസ് പാലിൽ ഞാൻ കൊണ്ടുവന്ന് വിഷം കലക്കി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ് ഇതില് വിഷമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? എടുത്ത് കുടിക്കും? അല്ല, നിങ്ങൾ എടുത്ത് കുടിക്കും? ഞാൻ ചോദിക്കാണ്. കുടിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ ബോധമുണ്ട് അത് വിഷമാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ തോന്നുന്നു അറിയാം. എന്തിനിരുന്ന് കാണും? അല്ല, ഇതിരുന്ന് ഇത്രയും വിപ്ലവകരമാക്കുന്ന എന്തിനാ? വിഷമാണെങ്കിൽ ഒന്നെങ്കിൽ കൊണ്ട് കുടിച്ചോളാം, അല്ലെങ്കിൽ മാറ്റി വെക്കണം, അല്ലെങ്കിൽ കുടിക്കണമെന്ന് പറയണം. സോ യു ഹാവ് ദ ചോയ്സ്. അതെടുക്കണോ, അത് ഉള്ളിലേക്ക് എടുക്കണോ, ഞാൻ മരിക്കണോ, മാറ്റി വെക്കണോ എന്നുള്ള ചോയ്സ് ഉണ്ട്. അത് ചെയ്യാതെ ഹൈപ്പിന് വേണ്ടിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് റിയാക്ട് ചെയ്യാനും തോന്നുന്നില്ല. ഐ ഫീൽ പിറ്റി. പുച്ഛം മാത്രം. ഇപ്പോഴും പക്ഷേ സൊസൈറ്റിയിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ LGBT ആ ഒരു കമ്മ്യൂണിറ്റി അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം നിങ്ങൾ, എനിക്ക് തോന്നുന്നു, അതിനെ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാത്ത നമ്മുടെ ഏജിലുള്ള ഒരു യൂത്തിലുള്ള ആളുകൾ തന്നെ ഉണ്ട്. ഇത് ഇന്റർ സയൻസ് മനസ്സിലാക്കിയിട്ട് പോലും അത് ഉള്ളോട്ടേക്ക് എടുക്കാത്ത ആളുകൾ. അത് മാത്രം, അതായത് ആണ് പെണ്ണ് അങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നത്. അതിന് അവര് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവർക്ക് പോപ്പുലേഷൻ മീൻസ് റീപ്രൊഡക്ഷന് പറ്റില്ല, പിന്നെ ബാക്കിയുള്ളവർ അവരൊക്കെ എന്താണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വേണ്ട, അതുകൊണ്ടായിരിക്കും മേ ബി ഡൈവേഴ്സ് ആയിട്ട് അങ്ങനെ വരുന്നത്. അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. സോറി, അല്ല പറഞ്ഞോളൂ. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടുന്ന ടോപ്പിക്കാണ്. LGBTനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണോ? എന്താണ് അത് സപ്പോർട്ട് ചെയ്യാത്ത ആളുകളോട് എന്താണ് പറയുന്നത്? സപ്പോർട്ട് ചെയ്യാത്ത ആളുകളോട് അത് ഞാൻ പറഞ്ഞില്ല, അതൊരു പേഴ്സണൽ ഫ്രീഡം ആണ്. അവർക്ക് പറയാനും കമന്റ് ഇടാനുള്ള ചോയ്സ് ഉണ്ട്, അത് അവർ ചെയ്യുന്നേ. പക്ഷേ ഞാൻ പറയാം, അങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറെ ആൾക്കാരൊക്കെ പ്രിവിലേജ്ഡ് ആണ്. പക്ഷെ പ്രിവിലേജ്ഡ് ആവാതെ ഇന്നും കമ്മൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഞാനായിട്ട് ഇരിക്കുന്നത്, പക്ഷെ അത് പറ്റാതെ കുറെ ആളുകൾ ഇരുന്ന് വിങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇതാണെന്നുള്ള രീതിയിൽ പുറത്തു വരാൻ പറ്റാതെ, സമൂഹം, വീട്, ചുറ്റിനുള്ള ആളുകൾ ഒക്കെ കൊണ്ടായിരിക്കാം. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞില്ലേ, അങ്ങനത്തെ ആൾക്കാരൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കതിന് താല്പര്യമില്ല. അതൊക്കെ
മറ്റേ സ്ലാങ് കോഡിൽ പറഞ്ഞ അപരാധമാണ് അതൊക്കെ. ഈശ്വര, ഇനി ഇതിനെന്തൊക്കെ ഇവര് മാത്രം എല്ലാരും കാണാൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ചേച്ചിക്ക് എന്താ തോന്നാറില്ല ഈ ഒരു ഐഡിയോളജി? ചേച്ചിക്ക് അവരോട് ഒന്നും പറയില്ല, പക്ഷേ ചേച്ചി വീട്ടിൽ സപ്പോർട്ട് ചേച്ചി പറയും. അതായത് മീൻസ് പബ്ലിക്കിന്റെ മുന്നിൽ പറയാനുള്ള പേടിയാണോ അതോ? ഞാനതില് സത്യം പറയട്ടെ, അതൊന്നും അതൊക്കെ ഇപ്പം പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അവരെന്ത് ചെയ്യണോ എന്ത് ചെയ്യുന്നില്ലാന്നൊക്കെ. ഒന്നാമത്തെ കാര്യം, ഈ നമ്മളൊരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ, ഞാനൊരു കുഞ്ഞു ബിസിനസ് കൂടെ ചെയ്യുന്നുണ്ടിട്ട് ഒന്നിനും സമയം കിട്ടാറില്ല. ഇതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു സമയം എനിക്കില്ല. മെയിൻ സംഭവം ഇവൻ വന്ന് പറയുമ്പോഴാണ് ഓക്കെ 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 സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാലോ. പിന്നെന്താണ്, ആ ഒരു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ചോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് അങ്ങനെ ആണെങ്കിൽ അവരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം മോള് ചോദിച്ചില്ലായിരുന്നോ എന്താണ് എന്താണ് ഇപ്പൊ ഈ നമ്മുടെ കുഞ്ഞു ജനറേഷനിലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർ, അത് അവരുടെ ചിന്താഗതി കുറച്ചും കൂടി വളരാനുണ്ടായിരിക്കാം. കുറച്ചുകൂടി കഴിയുമ്പോൾ അറിവ് കിട്ടും, പുറത്ത് പല സ്ഥലങ്ങളിലും പോകും. നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകും. അപ്പോഴത്തേക്കാണ് ഒരുപാട് ആൾക്കാരെ കാണുന്നത്. അപ്പം ജെൻഡർ അവിടെ ഒരു പ്രശ്നമല്ലാതെ ആവുന്ന ഒരു സമയം കാണാം. നമ്മളപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരാണ്, നമ്മൾ ആരുടെയൊക്കെ കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിലൊന്നും ജെൻഡർ വരില്ല എന്ന് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ഞാൻ എപ്പോഴത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ തുടങ്ങിയ സമയത്താണ്. ഫാഷൻ ഡിസൈനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ജെൻഡർലി എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ, വേരിയേഷൻ ഓഫ് ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അന്ന് ബൂട്ട് ചെയ്ത് വരത്തില്ലല്ലോ. കാരണം 19-20 വയസ്സായിട്ടുള്ളൂ. ഇതൊന്നും നേരത്തെ ആർക്കും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ആർക്കും നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിയ അത്രയും പോപ്പുലർ അല്ലായിരുന്നു. അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരുപാട് പേര് കണ്ടു. ദേ ആർ വെരി ക്രിയേറ്റീവ്. ഒരുപാട് ആൾക്കാർ അവരുടെ ജെൻഡറോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സെൻസോ അവരുടെ രീതികളോ ഒന്നും ഇതിൽ ബാധകമേ അല്ല. സോ ആ ഒരു അതിന്റെ അകത്ത് നിന്നുകൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ട് മാത്രമേ തോന്നാറുള്ളൂ. ഓക്കെ, ഞാൻ ഇതിന് മുന്നേ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ട് തോന്നി തുടങ്ങി എനിക്ക്. ഈവൻ ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത് ഫാഷൻ ഡിസൈനിങ്. അപ്പൊ അവിടെ പിന്നെ ഇതില് ഒരുപാട് ആൾക്കാർ, കൂടുതലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഒരുപാടായിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ഒരുവിധം എല്ലാവരും പല പല വേരിയേഷനിലുള്ള ആൾക്കാരായിരിക്കും. സോ നമുക്ക് അവരുടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല, പറ്റില്ല. അത് കോമൺ ആയിട്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് ഇവിടെ വന്നിട്ടും എല്ലാവരും അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് കാര്യത്തിന് ജോലി ഉണ്ടെങ്കിൽ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കാര്യം നോക്കിപ്പോ എന്നുള്ള ഒരു സംഭവമാണ്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഇപ്പം കോണ്ടന്റ്, നിങ്ങളുടെ കോണ്ടന്റ്സ് ഒക്കെ കുറച്ച് മീൻസ് വൈറലാവുന്നുണ്ടല്ലോ. അപ്പം എന്തായാലും ഫാമിലി ആളുകൾ കാണുന്നുണ്ടാവും. അവരെങ്ങനെയാണ് ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത്? ഫാമിലി ഓഡിയൻസും നിങ്ങളുടെ ഫാമിലിയും എന്താ മോനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കോ? ചോദിക്കാറുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു നോട്ടം നോക്കും. അതിൽ തന്നെ എനിക്കെല്ലാം ചോദ്യം ആൻസറൊക്കെ എനിക്ക് കിട്ടും. ആ നോട്ടത്തിലുണ്ടാവില്ല. പിന്നെ അങ്ങനെ ഇല്ല. അമ്മക്കറിയാം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാലും മറ്റേ ഉരുളക്കിഴങ്ങാണ് ഏത് കറിയുടെ രുചി എനിക്ക് പിടിച്ചോളൂ എന്നറിയാം. ഞാൻ അവിടെ ചെന്നാലും ജീവിച്ചു നോക്കോളും എന്നറിയാം. അപ്പൊ അതുകൊണ്ട് അമ്മ എന്റെ കാര്യത്തിലും ഫ്രീഡത്തിലൊന്നും അങ്ങനെയാണെന്ന് ഇടപെടാം. അമ്മയാണ് എനിക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് തരാറുള്ളത്. അപ്പൊ അമ്മ ചോദിക്കോ ഇത് പുതിയ ട്രെൻഡാണ്, അമ്മ അവർക്ക് ചെയ്തു തരും, സപ്പോർട്ടീവ്. എന്നിട്ട് ഇവൻ ഏതെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്, ഞാൻ എന്റെ ലിപ്സ്റ്റിക്സ് ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കുമ്പോഴൊക്കെ ഇവരോട് ചോദിക്കും, എടാ ആ ലിപ്സ്റ്റിക് കൊള്ളായിരിക്കുമല്ലോ ഞാൻ ഇട്ടിട്ട് പോയാ. അമ്മ ഒരു മോഡേൺ മമ്മിയാണോ? മോഡേൺ അല്ല, അമ്മേനെ കാണുന്ന അത്ര ഏജ് തോന്നിക്കില്ല. അത്ര ചേച്ചിയാണെന്ന് പറയുമോ? കൈൻഡ് ഓഫ്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെല്ലുമ്പോ. എന്റെ മമ്മിയുടെ സന്തൂർ മമ്മിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു സായിപ്പിന്റെ കുഞ്ഞെന്ന് പറഞ്ഞ ഒരു ചേട്ടനില്ലേ? അവരൊക്കെ മീൻസ് നിങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണോ? അത് പറയില്ല, ചോദിക്കരുത്. സായിപ്പിന്റെ കുഞ്ഞ് ആള് ഇവിടുത്തെ കാരനാണോ? അല്ല, ശരിക്കാണ്. ഓക്കെ, ഇവിടുത്തെ കണ്ടന്റ് ക്രിയേഷനിലൊക്കെ എല്ലാത്തിലും പണ്ട് തൊട്ടേ ഉള്ളതാണോ അതോ ഒരു പകുതി മീൻസ് വീഡിയോസിലൊക്കെ? ലോക്ക്ഡൌണിന്റെ ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്നത്. ആ ഒരു സമയത്തോട്ട് പിന്നെ എന്തൊക്കെയോ ഞാൻ പഞ്ചാബിലേക്ക് പോയി. എനിക്കും ലൈക്ക് സമയം ഉണ്ടാവില്ല നമുക്ക്. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ അവിടുത്തെ ആൾക്കാരായിട്ടില്ല മിങ്കിൾ ചെയ്യാൻ നോക്കുള്ളൂ. ലോക്ക്ഡൌണിന്റെ സമയത്ത് നമുക്ക് ആൾക്കാരില്ല, പുറത്തു പോകാനുള്ള ഒന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ ആണ്.
അപ്പൊ ഞാൻ ആ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ആ ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചേ അടുത്തുള്ള ഇംഗ്ലീഷ് ട്രെയിനർ ആയിട്ടാണ് ഞാൻ പോയത്. ഓ വളരെ പെട്ടെന്നായിരുന്നു. എന്റെ തല എനിക്ക് വേറെ ഞാൻ തന്നെ മതി, ഞാൻ തന്നെ കൈയടിച്ചോളൂ. എപ്പോഴും എന്തെങ്കിലും ഒന്ന് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് അതിന് ചേച്ചി എങ്ങനെ ഇടുന്നതാവോ, ഞാൻ പറഞ്ഞാൽ കൊള്ളാം, ആ കൊള്ളാമല്ലേ, അവൻ തന്നെ എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട. നമുക്ക് ഒറ്റയ്ക്ക് ചിക്കാൻ അറിയാം. അപ്പൊ ഈ ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും അടി ഉണ്ടാവാറുണ്ടോ പൊതുവെ? ഇപ്പം ഞാനും നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. അപ്പം പകുതി നിട്ടിട്ട് പോകാറുള്ളത് കൂടെ ഒരാളുണ്ടെങ്കിൽ അടിയാവും 2 മിനിറ്റ് കഴിയുമ്പോൾ. അടിയില്ല, കാരണം ഇത് ചേച്ചിക്ക് അറിയാം ചേച്ചിയുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണെന്ന്. എന്റെ വീഡിയോ ഓടിക്കാൻ ഇതുള്ള സംഭവമാണ്. അപ്പം ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് വർക്കാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം മ്യൂച്വലി കണക്റ്റഡ് ആയി നിൽക്കുക, എത്രത്തോളം മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുക. അടി ഉണ്ടാക്കാനുള്ള അത്രയും മെച്ചൂരിറ്റി കുറവായിട്ടൊരു സംഭവം നമ്മുടെ ഇല്ല, നമ്മള് അത്ര അഡ്ജസ്റ്റിംഗ് ആണ്. ചേച്ചി ചേച്ചി ശരി വയനാട് നമുക്ക് ഷൂട്ട് നാളെ ചെന്ന് അവൻ അഡ്ജസ്റ്റബിൾ ആണ്. അവൻ പറയുവാണ് ചേച്ചി ഇന്ന് തീർത്തില്ലെങ്കിൽ നമുക്ക് നാളെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അത്ര ഇല്ലെങ്കിലും ഞാൻ അടിയുടെ ഒരു സംഭവമായിട്ട് നമ്മുടെ കയ്യിലില്ല. ക്ഷീണം അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാരണം ലേറ്റ് ആയി പോകുന്ന സംസാരം അല്ലാതെ വേറെ അങ്ങനെ നമ്മുടെ അടിയായിട്ടൊന്നും ഇല്ല. ബിക്കോസ് അവനും അറിയാം എനിക്കും അറിയാം നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഇതിങ്ങനെ ആഞ്ജനേയ സ്വാമി ശരിക്കും നിങ്ങൾ കാണുന്നതിന്റെ പുറകിൽ ഒരുപാട് പണി. 1 മണിക്കൂറൊക്കെ ചിലപ്പോ 1 മണിക്കൂർ, ചിലതൊക്കെ 6 മണിക്ക് തുടങ്ങി രാത്രി 9, 10 മണി, 1 മണിയൊക്കെ ഓടും. പട്ടിപ്പണിയാണ്. അതിന്റെ കറണ്ട് പോകുമ്പോ പിന്നെ ചൂടത്ത് കുറെ നേരം കുത്തിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റിംഗ്ലൈറ്റ് എടുത്ത് മോളിക്കൊണ്ട് വെക്കും. ചില ആംഗിള് ചെയ്യുമ്പോഴത്തേക്കും കറങ്ങി വരാനൊന്നും കിട്ടൂല. കറങ്ങി വന്നു കഴിഞ്ഞാൽ ചോറിലിങ്ങനെ അടിച്ചു നിൽക്കും. മാറ്റി 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 എടുത്ത് അപ്പോഴത്തേക്കും ചൂടായിരിക്കുമല്ലോ. അപ്പൊ ഇട്ട ഡ്രസ്സൊക്കെ അത്രയും ഡ്രൈവർ എടുത്ത് ഉണക്കും, വരും. അങ്ങനെയാണ്. ഒരെണ്ണം 6-7 മണിക്കൂർ പോയിട്ടുണ്ട്. 5 മണിക്ക് തുടങ്ങിയിട്ട് 1 മണിക്ക് രാത്രി ഓക്കെ. ആ ഒരു ഗോൾഡൻ ഡ്രസ് ഉണ്ട്, അത് 50 ലക്ഷം വ്യൂ ആണ് യൂട്യൂബിൽ കിട്ടിയത്. അത് അടിപൊളി. അതിൽ ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ അതിനെ പറ്റി ചോദിക്കാൻ വരുന്നു. വീഡിയോയില് ചേച്ചിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, സീരിയസ്ലി. പക്ഷെ ഇവിടെ വന്നിരിക്കും ഭയങ്കര പാവാണ്. ഇല്ല ചേച്ചി അമ്മ കൂടുതലും എനിക്ക് എല്ലാ കസിൻസും ഇവന്മാരെല്ലാവരും എനിക്ക് ഒരുപാടും ആൺകുട്ടികളാണ്. ഞാൻ ആകെ 1-2 നമ്മുടെ കുട്ടികളെ റിലേറ്റീവ്സിൽ ആകെ 1-2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ നടന്ന് ഞാൻ എന്തോ കെയർ ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ മാറിപ്പോയി. എടാ ഫുഡ് വേണം, വിശക്കുന്നുണ്ടോ, നമുക്ക് വെള്ളം എടുക്കണോ, ആ ഒരു സെറ്റപ്പായിട്ട് മാറിപ്പോയി ഞാൻ. അങ്ങനെ ആയി അത്രേ ഉള്ളൂ. കെയറിങ്ങിനെക്കാട്ടിലും ഉപയോഗം കൊച്ചു വന്ന് വിശന്ന് ഇരിപ്പുണ്ടല്ലോ, ആ ഒരു സെറ്റപ്പ് ഇങ്ങനെ മനസ്സിൽ കുടിക്കുന്ന. അതാണോ സങ്കടമാണ്. എനിക്ക് അട്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്ത് കൊടുത്തില്ല എനിക്ക് മനസ്സിന് സമാധാനം കിട്ടില്ല. ആലോചിക്കുമ്പോൾ കരച്ചിൽ വരുന്നു. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്ന സമയത്ത് സിനിമ ഒരു സ്വപ്നമാണോ? ഉണ്ട്. അപ്പൊ അത് ലക്ഷ്യം കണ്ടിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓഡീഷന് പോവോ, ട്രൈ ചെയ്യോ, അങ്ങനെയൊക്കെ ചെയ്യും? അതെല്ലാം അതൊക്കെ അവിടെ ഓരോ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് ഫിലിമിലും കാര്യത്തിലൊക്കെ. നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് കണക്ഷൻസും നമ്മൾക്ക് കയ്യിൽ കാശും ഒക്കെ വേണം. ആ ഒരു പവർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എനിക്കതില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പവർ കാണിക്കാന്ന് പറഞ്ഞാൽ ഞാനിവിടെ എന്തൊക്കെയോ അവരാധിച്ചു. എന്തെങ്കിലുമൊക്കെ വിളിക്കായിരിക്കും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒരുപാട് പടത്തിലേക്ക് ആളുകളെ വിളിക്കുന്നുണ്ട്. അപ്പം സ്കോപ്പ് ഒരുപാടുള്ള സ്പേസ് ആണ് ഇൻസ്റ്റാഗ്രാം. യെസ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയില്. അപ്പൊ നമുക്കിനി ഒരു ചെറിയ ഗെയിം ആവാം അല്ലേ? ഗെയിം അല്ല, ആക്ച്വലി കുറച്ച് ജനറൽ നോളജും കുറച്ച് കുസൃതി ചോദ്യമൊക്കെ ആയിട്ടാ. വായ് നിങ്ങളൊക്കെ കുറെ ലോകം കണ്ട ആൾക്കാരല്ലേ? ഏത് ലോകം? കുറച്ചെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒരു വലിയ ലോകമല്ലേ? അപ്പൊ അപ്പൊ ഞാൻ കുറച്ച് കുസൃതി ചോദ്യങ്ങളും ചോദിക്കും, ജനറൽ നോളജും ചോദിക്കും. മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുക. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. തെറ്റുത്തരം പറഞ്ഞാൽ ആസ് യൂഷ്വൽ ആ മുളക് എടുത്തൊരു കടി കടിക്കാം. പിന്നെ എരിവ് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കഴിക്കാം. പക്ഷേ അതൊരു ഓപ്ഷൻ മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചിനോടാണ്.
അല്ല സിമ്പിൾ ആണ് ചേച്ചിയുടെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട്. പ്രൈമറി കളേഴ്സ് അത് ചേച്ചി പറയണം. ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പ്രൈമറി കളേഴ്സ് ഒക്കെ ഞാനിതും പഠിച്ചിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി 4th റാങ്ക് മേടിച്ചത്. ഞാൻ പറഞ്ഞു ചിന്തിക്കൂ. ചുവപ്പ് മഞ്ഞ അല്ല നീല ചുവപ്പ് മഞ്ഞ. ഉറപ്പിക്കണം. നീല ചുവപ്പ് മഞ്ഞ. ഓക്കെ ചേച്ചി കറക്റ്റാ. അപ്പൊ ഇയാളെടുത്ത് കഴിക്കുന്നോ? അല്ല എന്നാ വേണ്ട. ഓക്കെ അടുത്തത് നിങ്ങളൊക്കെ ഇപ്പം വൈറലായ ആപ്പ് ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്ത വർഷം അറൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു വർഷം പറയാം 1999 ആണ് നമ്മുടെ വർഷമെങ്കിൽ 98 പറഞ്ഞാലും കുഴപ്പമില്ല 2000 പറഞ്ഞാലും കുഴപ്പമില്ല അടുത്തെങ്കിലും എത്തണം. ഇല്ലേ മുളക് കഴിക്കണം. ഉറപ്പിച്ചോ? ചിന്തിക്കൂ. ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്ത വർഷം. ഇൻസ്റ്റഗ്രാം ഒക്കെ എപ്പോ തൊട്ടാ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ? 2016 ഉറപ്പിച്ചോ? ഓക്കെ ലോക്ക് ചെയ്യാമോ? എനിക്ക് അപ്പൊ മുളകെടുത്ത് കഴിച്ചോ? 2010. കടിച്ചോ? അതിന്റെ ആവശ്യമില്ല. ഒരു മൊത്തമായിട്ട് കടിക്കണം. ഓക്കെ അങ്ങനല്ല ചവച്ച് അതാണ് ചെറുത് കടിച്ചാൽ മതി. എന്ത് വിഴുങ്ങിക്കളാ. അയ്യോ ഓക്കെ ഒരു പ്ലേറ്റ് കൂടി എടുക്കായിരുന്നു. ഈശ്വരാ ഇവര് മിക്കവാറും എന്നെ അതാ പറഞ്ഞ ചെറിയൊരു തുമ്പ് കടിച്ചാ മതി. ഇവരെന്നെ ബിഗ് ബോസ് കണ്ടപ്പോ മോഹൻലാല് പറഞ്ഞു ശേലാലേട്ടൻ പറഞ്ഞത് എരിയാത്ത മുളകാന്ന് പറഞ്ഞു. കൊച്ചിനെ തിരുവടിക്കാൻ തോന്നുന്നു. ഞാനതാ പറഞ്ഞ കുഞ്ഞു കഷ്ണം കടിച്ചാ മതി തുമ്പ്. ഈശ്വര നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് വേണം ഞാൻ പറഞ്ഞു. അതിന്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്നു. എന്നാ ഇനി കറക്റ്റ് ഉത്തരം പറയാൻ ശ്രമിച്ചോ അല്ലേ ഞാൻ കുറച്ച് ടാസ്ക് തരും. ഇനി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. തക്കാളി ഒരു ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ? ആർക്ക് വേണേലും പറയാം. ഉറപ്പിച്ച്. ഓക്കെ ശരി. ഓക്കെ സോഷ്യൽ മീഡിയയുടെ ആഫ്റ്റർ എഫക്ട്സ് സംസാരിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ആര് വേണേലും പറയാം. ഒരു ഡോക്യുമെന്ററി അത് ഭയങ്കര ഫേമസ് ഡോക്യുമെന്ററി ആയിരുന്നു. ആഫ്റ്റർ എഫക്ട്സ് സംസാരിച്ചത് അല്ലല്ല ഇംഗ്ലീഷ്. പതുക്കെ പതുക്കെ പറഞ്ഞു തരില്ല. ആ വരട്ടെ. മൂന്ന്. അയ്യോ ഇതിന് ഞാൻ എങ്ങനെയാ ക്ലൂ തരാ? ഡി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ വെച്ചിട്ടാണ് ലാസ്റ്റ് അവസാനിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു എല്ലുണ്ട്. ഓക്കെ തുപ്പൽ പൊട്ടാസ് എന്ന ആ ഒരു സാധനത്തിന്റെ ആ ചെടിയുടെ അല്ല സയന്റിഫിക് കൊളക്കേശു അല്ല എ വെച്ചിട്ടാണ്. എന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഓക്കെ അത് ഞാൻ അതെ പറയട്ടെ. അസിസ്റ്റാഷ്യ ഗാൻഷിറ്റിക്ക പഠിച്ചു വെച്ചോ. ഇനി നമ്മൾ കേൾക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ ഇനി നെക്സ്റ്റ് കുസൃതി ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം? ഓക്കെ മിണ്ടിയാൽ ഉടനെ തകർന്നു പോകുന്നത്?
മനസ്സ് ചേച്ചിയുടെ പോടാ. ഒന്നും മിണ്ടാതിരിക്കുക. അല്ല ഇന്ത്യയിലുടനെ തകർന്നു പോകുന്നത്. കുസൃതി ചോദ്യത്തിന് ടാസ്ക് അല്ല, ഞാൻ പറയുന്ന ടാസ്ക് ആണ്. മുളകില്ല, എനിക്ക് തോന്നുന്നു എരിവ് കുറച്ച് കൂടുതലാണ്. തകർന്നു പോണത്. എനിക്ക് ഇരിക്കുന്നുണ്ട്. തൊണ്ട വരെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവര് എനിക്കെതിരെ കേസൊക്കെ കൊടുക്കും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ലപ്പാ. മിണ്ടിയ തകർന്നു അവൻ ആദ്യം കേസ് എടുക്കാനുള്ള എന്നെയാണ്. ശരി. 2 അക്ഷരേ ഉള്ളൂ. മിണ്ടിയാൽ തകർന്നു പോകുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. അഭിമാനമാണ്. അല്ലല്ല, സൈലൻസ്, മൗനം. ശരിയാണല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതും. ചേച്ചി എനിക്ക് അറിയായിരുന്നു. പറയൂ. കള്ളം പറയോ? കണ്ണ് കണ്ടില്ലേ? കൺഫ്യൂഷൻ എന്നാൽ എങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നതും പേരല്ല. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത്. ടൈമർ എടുക്കട്ടെ. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ കണ്ണ്. യെസ്. 1 2 അയ്യോ 3 5 അല്ല. ഓക്കെ, തീർന്ന്. സ്വപ്നം. അശ്ശോ, വൈ ഗൈസ് വൈ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് പക്ഷെ കാണാൻ പറ്റില്ല. നല്ലത് മാത്രം ചിന്തിക്കണം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല. ശബ്ദം. ആണല്ലേ? ശബ്ദം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നായി പോയി. ഓക്കെ, ബിഗ് ബോസില് അതാ ഞാൻ പറഞ്ഞ നല്ലത് മാത്രം ചിന്തിക്കൂ. ഓക്കെ. വൃത്തിയാക്കും തോറും കൂടുതൽ കറുത്ത് വരുന്നത്. ഇതിലും നല്ലത് മാത്രം ചിന്തിക്കും. വൃത്തിയാക്കും തോറും കറുത്ത് വരുന്നത്. നല്ല പച്ചക്കറി ആയിരിക്കും. ഇതൊക്കെ നമ്മള് ലാപ്ടോപ്പ്, ക്യാമറ. കല്ല്, കരിങ്കല്ല്. കരിങ്കല്ലൊക്കെ എന്തിനാ നമ്മള് വൃത്തിയാക്കണേ? മണ്ണുണ്ടെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ കത്ത് നിർത്തില്ല. അല്ല, എന്തിനാ കരിങ്കല്ലൊക്കെ പോയി വൃത്തിയാക്കണേ? ചോദിക്കണം. നോ. ബ്ലാക്ക് ബോർഡ്. ആ ശരിയാ, പഠിക്കണം വല്ലപ്പോഴും. അതെ, ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കി കഴിഞ്ഞാൽ കറുത്തൊന്നുമല്ല, നല്ല വെളുത്ത വരാറുള്ളൂ. ബ്ലാക്ക് ബോർഡ് പൊടി പിടിച്ച് വെളുക്കും കണ്ടിട്ടില്ലേ? അത് നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് നോക്കണം. ഇങ്ങനെ ബ്ലാക്ക് ബോർഡിലൊക്കെ ഒന്ന് നോക്കണം. ചേച്ചി കുറച്ചാലല്ലേ വരുള്ളൂ. ഇതല്ലാണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റ് ആയിരിക്കും. ഓക്കെ, വൈറ്റ് ബോർഡ് ആയിരിക്കും. ഓക്കെ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണ്? ചോറ്. അല്ല, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണ് സ്പൂണ്. അല്ല, അത് കുട്ടികൾക്ക് മാത്രമൊന്നല്ല. അയ്യോ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ടോയ്സ്. പിന്നെ ഫാഷൻ ടി വി കാണാൻ കുറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ കുട്ടികളാകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണാം? ചേച്ചി കോട്ടിങ്സ്. മീനുകൾക്ക് ഏറ്റവും പേടിയുള്ള ദിവസം? ഈ ക്വസ്റ്റിനോട് ഓക്കെ. ചോദിച്ചോ? പ്രിപ്പയർ ആയിട്ടുണ്ടോ? ഊണ് കഴിച്ചപ്പോഴത്തേക്കും പിലോപ്പി ഫ്രൈ വാങ്ങിയില്ലേ? ആ ഒരു ഫ്രൈ എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മശക്തി വേണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം? ഇംഗ്ലീഷ് ആൽഫബറ്റ്. ആൽഫബറ്റ്. അവിടെ അങ്ങോട്ട് അക്ഷരം. ഇത് 2-3 തവണ ആൽഫബറ്റ്സ് പറയണം. ഓക്കെ, ഒരു പാട്ട് അത്രേ ഉള്ളൂ. പാടുന്നെങ്കിൽ ഞാൻ നോർമലേ പാടുള്ളൂ. ഓക്കെ, ഞാൻ പാടി ഓർപ്പിക്കുന്നുണ്ട്. ഓക്കെ. നോർമല് സത്യം പറഞ്ഞാൽ ട്രെയിൻഡ് സിംഗർ അല്ലാത്തതുകൊണ്ട് പോയാലും ഞാനിങ്ങനെ ഒരു എളിമേട് കാരണം എങ്ങനെ പാടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു മുൻകൂർ ജാമ്യം നല്ലതാണല്ലോ. അതെ, പക്ഷെ നിങ്ങൾ എല്ലാരും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് പാടാം. പാടുന്നേ ഞങ്ങൾ നിർബന്ധിക്കാം.
പാട്ടിലൊട്ടും ഞാൻ കോൺഫിഡന്റ് അല്ല ഗൈസ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ കഴിയും. ഇവിടെ ആർക്കും പാട്ടറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. जो दिल को भा रही है वो तेरे शाह रही है या कोई शायराना है फितूर बन के तितली दिल उड़ा 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 है कहीं दूर चल के खुशबू से जुड़ा 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 है कहीं दूर हाथ से ये के से अनसुने से जैसे छूमे अंधेरों हमको कोई नूर कुंडल वंडनी ഹൈപ്പില് പോയിട്ട് അവസാനം ഓക്കെ റിമിക്സ് ചെയ്ത് തന്നു നമുക്ക് എന്തായാലും. ഓക്കെ അപ്പം നമുക്ക് മുളക് എന്തായാലും ചീറ്റിപ്പോ ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് നോക്കണം. എന്റെ കണ്ണ് അവിടേക്ക് പാട്ട് ചീറ്റിട്ടൊന്നുമില്ല, പാട്ട് നന്നായിട്ട് പോയിരുന്നു, പക്ഷെ അവസാനം ചീറ്റിച്ചു സ്വയം അങ്ങട്. അല്ല അതാ മറ്റേ റിമിക്സ് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു പോർഷൻ അല്ലേ. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഇത്രയും നേരം എന്റെ ചളിയൊക്കെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. സോ താങ്ക് യു. ഓക്കെ.